പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പരീക്ഷകളുടെ ഉദ്ദേശം എന്താണ്? യാക്കോബിൻ്റെ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് യാക്കോബ് തന്നെയാണ് എഴുതിയത്. യേശുവിൻ്റെ സഹോദരനായ യാക്കോബാണ് ഈ ലേഖനം എഴുതുവാനിടയായത്. അതിൻ്റെ 1-ാം അധ്യായം 1 മുതൽ 5 വരെ ഉള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദാസനായ യാക്കോബ് എഴുതുന്നത്: ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നെന്നറിഞ്ഞ് അതിനെ അശേഷം സന്തോഷമെന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാത്തവരും തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫലസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവർക്ക് ലഭിക്കും. പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? സാത്താൻ്റെ പരീക്ഷയുണ്ട്, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സാത്താൻ പരീക്ഷിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്ല, ദൈവത്താലുള്ള പരീക്ഷ നമുക്ക് കാണാൻ. ദൈവത്താലുള്ള പരീക്ഷ, അബ്രഹാമിന് ഒരു പരീക്ഷ ഉണ്ടായി, അത് മകനെ യാഗം കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലുള്ള പരീക്ഷയുണ്ട്. സാത്താൻ്റെ പരീക്ഷയുണ്ട്. പരീക്ഷകൻ അല്ലെങ്കിൽ സാത്താൻ പാപം ചെയ്യുന്നുള്ള പ്രലോഭങ്ങളെ അല്ല, മറിച്ചു ലോകത്തിൽ നിന്ന് സാത്താനിൽ നിന്നുള്ള പരിശോധനകളെയും പീഡനങ്ങളെയും ഉപദ്രവങ്ങളെയും പരാമർശിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. പിശാചിൻ്റെ പരീക്ഷ പലപ്പോഴും പിശാച് പരീക്ഷിച്ചത് ഇയ്യോബിനെ പരീക്ഷിച്ചു, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം പരീക്ഷിച്ചത് അബ്രഹാമിനെയാണ്. നമുക്ക് ആ ദൈവത്തിൻ്റെ വചനം നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ വിശ്വാസികൾ പരീക്ഷകൾ സഹിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം. അത് മാത്രമല്ല, അത് സഹിക്കുക മാത്രമല്ല, സന്തോഷത്തോടെ കൈക്കൊള്ളണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ സഹിഷ്ണുതയെ വർദ്ധിപ്പിക്കുന്നതാണ്. വൈഷമ്യങ്ങളാലും എതിർപ്പുകളാലും അഭിമുഖീകരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ വിശ്വാസം വളർച്ച പ്രാപിക്കുകയുള്ളൂ. യാക്കോബ് വിശ്വാസത്തിൻ്റെ പരിശോധന എന്ന് പറഞ്ഞിരിക്കുന്നു. യാക്കോബ് പറഞ്ഞിരിക്കുന്ന വിശ്വാസത്തിൻ്റെ പരിശോധന എന്നാണ്. ഈ ദൈവ പൈതലിനെ കുറിച്ചാണ് ഇത് കാണാൻ കഴിയുന്നത്. ഈ പരിശോധനകളെ നമ്മൾ എങ്ങനെ ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തിൽ നമ്മളത് കൊണ്ടുവരും, അല്ലെങ്കിൽ ഈ പരീക്ഷ നമ്മൾ എങ്ങനെ സഹിക്കും എന്നൊക്കെയാണ് ഈ ദൈവത്തിൻ്റെ വചനം നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. എന്തൊക്കെയാണ്? അപ്പം നമ്മൾ സമ്പൂർണ്ണരാകണം ദൈവത്തിൻ്റെ സന്നിധിയിൽ. നിങ്ങൾ സമ്പൂർണ്ണരാകേണ്ടതിന്, അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് നിങ്ങൾ സമ്പൂർണ്ണരാകാൻ വേണ്ടിയാണ് ഈ പരീക്ഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അത് നമ്മൾ സന്തോഷം എന്നെണ്ണണം. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പരീക്ഷകളെ നമ്മൾ സന്തോഷം എന്ന്